2018 ജാനുവരി മാസം ഫ്രാൻസിലെ ഗ്രേ എന്ന് പറയുന്ന ഒരു ടൗണിലാണ് ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്നത്. അതൊരു ചെറിയ ടൗൺ ആയിരുന്നു. അവിടുത്തെ ഒരു പോലീസ് സ്റ്റേഷനിലോട്ട് ഒരു ഇൻഫോർമേഷൻ വന്നേക്കായിരുന്നു അവിടുത്തെ കാട്ടിൽ ഒരാൾ മരിച്ചു കിടക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിനന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നേരെ അങ്ങോട്ട് എത്തിയേക്കായിരുന്നു. അദ്ദേഹം പോകുമ്പോൾ തന്നെ അവിടെ കുറച്ച് ബ്ലഡിൻ്റെ സ്റ്റെയിൻസും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ കുറച്ച് മാറിയിട്ട് ഒരു ബോഡിയും കിടക്കുന്നുണ്ടായിരുന്നു. തലക്ക് വെടിയേറ്റ രീതിയിലായിരുന്നു ആ ഒരു ബോഡി ഉണ്ടായത്. ഒറ്റ നോട്ടത്തിൽ തന്നെ അതൊരു സൂയിസൈഡ് ആണ് എന്നുള്ളൊരു തോട്ടിലോട്ടാണ് ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എത്തിയത്. എന്നാൽ അങ്ങനെ അത് റൂൾ ഓഫ് ചെയ്യാനായിട്ട് ആ സമയത്ത് അദ്ദേഹത്തിനെ കൊണ്ട് സാധിച്ചില്ല. അതിന് മറ്റൊരു കാരണം ഉണ്ടായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഏകദേശം അതേ ലൊക്കേഷനിൽ നിന്ന് തന്നെ അവർക്ക് വേറെ ഒരു ബോഡി കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ രണ്ട് മരണങ്ങളും തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ എന്നുള്ളൊരു തോട്ട് അദ്ദേഹത്തിന് വരികയാണ്. അപ്പോൾ ആ രണ്ട് കേസുകളും കൂട്ടിവെച്ചും അദ്ദേഹം അന്വേഷിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ രണ്ട് കേസുകളെ കുറിച്ചിട്ടാണ്. പോലീസുകാർ എങ്ങനെയാണ് ആ ഒരു കേസ് അന്വേഷിച്ചത്, അതേപോലെ തന്നെ ഈ രണ്ട് കേസുകളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, അവസാനം കൊലയാളിയെ പോലീസുകാർ കണ്ടുപിടിച്ചോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. അന്ന് കൃത്യമായി പറഞ്ഞാൽ ഒക്ടോബർ 27, 2017 ഏകദേശം വൈകുന്നേരം 5 മണി ടൈമൊക്കെ ആയിട്ടുണ്ടാവും. അലക്സിയ ഡേവിൽസ് എന്ന് പറയുന്ന 29 വയസ്സുള്ള സ്ത്രീ തൻ്റെ കാർ ഓടിച്ച് പോവുമായിരുന്നു. അവർ തൻ്റെ സ്വന്തം വീട്ടിലോട്ടായിരുന്നു കേട്ടോ പോയിക്കൊണ്ടിരുന്നിരുന്നത്, അതായത് പാരൻസിൻ്റെ വീട്ടിലോട്ട്. കാരണം അന്നത്തെ ദിവസം അവിടെ ഒരു പാർട്ടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അവരുടെ നെഫ്യൂവിൻ്റെ ബർത്ത്ഡേ ആണ്. അത് സെലിബ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരുടെ സിസ്റ്ററും അതേപോലെ തന്നെ ബ്രദർ ഇൻ ലോവും പാരീസിൽ നിന്ന് എത്തിയിട്ടുണ്ട്. ഏകദേശം അവിടെ നിന്ന് ഒരു 4-4.5 മണിക്കൂറിൻ്റെ ഡ്രൈവ് ഉണ്ട് പാരീസിലോട്ട്. അപ്പോൾ അവർ കുറേ നാളുകൾക്ക് ശേഷം എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവരെ കാണണം, മീറ്റ് ചെയ്യണം, അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് അവർക്ക് ഉണ്ടായിരുന്നു. എന്നാലും ഒരു വിഷമവും അവർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കാരണം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലക്സയും അവരുടെ ഹസ്ബൻഡായിട്ടുള്ള ജൊനാഥനും കുറേ കാലമായി ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാടധികം ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഹോർമോണൽ ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. അത് ഇവരുടെ ലൈഫിനെ തന്നെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ടായിരുന്നു. അതായത് പലപ്പോഴും മെൻ്റലി തന്നെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നൊരു സിറ്റുവേഷനിലോട്ട് അവർ എത്തിയിട്ടുണ്ടായിരുന്നു. അതായത് വല്ലാത്തൊരു അവസ്ഥയിലൂടെയായിരുന്നു അവർ കടന്നു പോയിക്കൊണ്ടിരുന്നിരുന്നത്. അതേപോലെ തന്നെ ഇത്രയും ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവരൊരു തവണ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് മിസ്കാരേജ് ആയി പോവുകയാണ്. അപ്പോൾ ആ ഒരു മിസ്കാരേജ് നടന്നിട്ട് അധികം സമയമായിട്ടുണ്ടായിരുന്നില്ല. അതായത് കുറച്ച് മാസങ്ങൾക്ക് മുൻപായിരുന്നു അങ്ങനെയുള്ളൊരു ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ചെറിയ കുട്ടിയെ കാണുമ്പോൾ തനിക്ക് ആ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുമോ, എനിക്ക് ആ ഒരു കുട്ടിയുടെ അടുത്ത് മര്യാദക്ക് എന്താ പറയുക പെരുമാറാനായിട്ട് സാധിക്കുമോ, അതേപോലെ തന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ ഒരു സിറ്റുവേഷൻ എന്തായിരിക്കും എന്നൊക്കെ ഉള്ള ഒരുപാടധികം സംശയങ്ങളോട് കൂടിയിട്ടായിരുന്നു ആ സ്ത്രീ വണ്ടി ഓടിച്ച് തൻ്റെ സ്വന്തം പാരൻസിൻ്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരുന്നിരുന്നത്. അങ്ങനെ അലക്സിയ തൻ്റെ സ്വന്തം പാരൻസിൻ്റെ വീട്ടിലോട്ട് എത്തി. അച്ഛൻ്റെ ഒരു വൈറ്റ് വാൻ ഉണ്ട്. ആ വണ്ടിയുടെ ബാക്കിൽ ഇവരുടെ കാറ് പാർക്ക് ചെയ്യാണ്. എന്നിട്ട് നെഫ്യൂന് വാങ്ങിച്ചിട്ടുള്ള ഒരു ഗിഫ്റ്റും അവരെടുത്തു. അതേപോലെ തന്നെ കുറച്ച് ഡെസേർട്ട്സും കാര്യങ്ങളൊക്കെ അവർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും എടുത്തു. നേരെ ചെന്നിങ്ങേറ്റ് കോളിംഗ് ബെൽ അടിച്ചു. അപ്പോൾ ഡോറ് തുറന്നത് അവരുടെ അമ്മയായിരുന്നു. ഇസബെല്ല എന്നായിരുന്നു കേട്ടോ അവരുടെ പേര്. അവരങ്ങനെ മകളെ വെൽക്കം ചെയ്യാണ്. അകത്ത് ജോൺ പെരി എന്ന് പറയുന്ന ഇവരുടെ അച്ഛനും അതേപോലെ തന്നെ ഇവരുടെ ബ്രദർ ഇൻ ലോ ആയിട്ടുള്ള ഗ്രിഗറിയും അതേപോലെ തന്നെ സിസ്റ്റർ ആയിട്ടുള്ള സ്റ്റീഫനിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രീറ്റ് ചെയ്യാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആ 2 വയസ്സുള്ള പയ്യൻ നേരെ തന്നെ വന്നിങ്ങേറ്റ് ഇവരുടെ കാലിൽ കെട്ടിപ്പിടിക്കുന്നത്. ആ ഒരു സമയത്ത് ഇവർക്കുണ്ടായിരുന്ന വിഷമെല്ലാം തന്നെ പെട്ടെന്നുകൊണ്ട് ഇല്ലാതായി പോവാണ്. അവർ ഇത്രയും നേരം ആ ഒരു കുഞ്ഞിനെ കാണുമ്പോൾ തനിക്ക് വിഷമം വരുമോ, അതാവോ ഇതാവോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു കുഞ്ഞിൻ്റെ മുഖം കണ്ടപ്പോൾ ഇവർക്ക് ആത്മാർത്ഥമായിട്ടുള്ളൊരു സന്തോഷമാണ് വന്നത്. അപ്പോൾ ജൊനാഥൻ എവിടെയെന്ന് അലക്സിയുടെ അടുത്ത് എല്ലാവരും ചോദിക്കുകയാണ്. ആൾക്ക് കുറച്ച് പണിത്തിരക്കുണ്ട്, അതുകൊണ്ട് വരാൻ കുറച്ച് ലേറ്റ് ആവും, എന്നാലും കുറച്ച് നേരം കഴിയുമ്പോൾ വരും എന്നുള്ള രീതിയിലായിരുന്നു അലക്സിയ മറുപടി പറഞ്ഞത്. അങ്ങനെ ഇവർ വീട്ടുവിശേഷവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ ഒരു 8:30 ടൈമൊക്കെ ആയപ്പോഴത്തേനും ജനാഥനും സ്ഥലത്തെത്തി. പിന്നീട് അവർ ഡിന്നർ കഴിക്കാനുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അതേപോലെ തന്നെ നെഫ്യൂന് അതിൻ്റെ ഇടയിൽ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു. ആ ഒരു ചെറിയ പയ്യനാണെന്നുണ്ടെങ്കിൽ ഗിഫ്റ്റൊക്കെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇവരാണെന്നുണ്ടെങ്കിൽ ഡിന്നർ കഴിക്കാനും അതേപോലെ തന്നെ ചെറിയ രീതിയിൽ മദ്യപിക്കാനൊക്കെ തുടങ്ങി. അതിൻ്റെ ഇടയിൽ ഒരു തമാശ പറയുന്നുണ്ടായിരുന്നു, വീട്ടുകാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അതായത് ഒരു സാധാരണ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ ആ ഒരു മൂഡിലായിരുന്നു അന്നത്തെ ആ ഒരു ദിവസം ആ ഒരു വീട് ഉണ്ടായിരുന്നത്. സംസാരിച്ച് നേരം പോയത് അവർ അറിഞ്ഞില്ല. രാത്രി ഏകദേശം ഒരു 11 മണിയൊക്കെ ആയപ്പോൾ അലക്സിയ പറഞ്ഞു ഞങ്ങൾ എന്തായാലും വീട്ടിലോട്ട് പോവാണെന്നുള്ളത്. അപ്പോൾ അലക്സിയുടെയും ജൊനാഥൻ്റെയും വീട് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് കുറച്ച് മാറിയിട്ടാണ്. അതായത് അവിടെ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്ററിനുള്ളിൽ തന്നെയാണ് ഇവരുടെ വീടുള്ളത്. അങ്ങനെ അവർ നാളെ കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വണ്ടി എടുത്ത് പോവാണ്. അപ്പോൾ ജൊനാഥൻ്റെ കാറിലായിരുന്നു കേട്ടോ അലക്സിയ കയറിയിട്ടുണ്ടായിരുന്നത്. അതായത് അവരുടെ വണ്ടി അവിടെ ഇട്ടു. അവർ അത്യാവശ്യം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. സോ അവർ കാർ ഓടിച്ച് പോകാനുള്ള ഒരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും ഒരേ വീട്ടിലോട്ടല്ലേ പോകുന്നത്, നാളെ വന്ന് കാർ എടുക്കാമെന്നുള്ളൊരു മൈൻഡിൽ അവർ നേരെ ആ ഒരു വണ്ടിയിൽ അങ്ങനെ അങ്ങ് പോവുകയാണ്. അങ്ങനെ അവരുടെ വീടെത്താറായി. അപ്പോൾ തൊട്ടടുത്തുള്ള ഒരു വീട്ടിലോട്ട് അലക്സിയ എത്തി നോക്കുന്നുണ്ടായിരുന്നു. അതിനൊരു കാരണവും ഉണ്ടായിരുന്നു.
ആ നൈബറിൻ്റെ ഒരു ഗ്രാൻഡ് സൺ ഉണ്ടായിരുന്നു. ആ ഗ്രാൻഡ് സൺ അലക്സിയനെ വല്ലാത്ത രീതിയിൽ ശല്യം ചെയ്യാറുണ്ടായിരുന്നു. അതായത് എന്താ പറയുക, എപ്പോഴും മെസ്സേജ് അയക്കുക, ഫോൺ ചെയ്യുക, റൂട്ടിൽ കൂടെ പോകുമ്പോൾ സംസാരിക്കുക, തടഞ്ഞു നിർത്തുക, അങ്ങനെ പല പല പരിപാടികൾ ചെയ്യാറുണ്ടായിരുന്നു. ഇതുകൊണ്ട് തന്നെ അലക്സിയ സാധാരണഗതിയിൽ രാവിലെ എഴുന്നേറ്റ് ഓടാനൊക്കെ പോകുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് ആ ഓടാൻ പോകുമ്പോൾ തന്നെ അവർക്കൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് വലിയ ശല്യവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് മെൻ്റലി സ്റ്റേബിൾ ഇല്ലാത്തത് കൊണ്ട് ആളെ കൊണ്ട് മെൻ്റൽ ഹോസ്പിറ്റലിലാക്കിയിട്ടുണ്ടായിരുന്നു. സോ ആളവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരുന്നിട്ടുണ്ടായത്. അപ്പോൾ ആ ഒരു പയ്യനിന് മെൻ്റൽ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്നോ, എന്താണ് അവസ്ഥ എന്നൊക്കെ ഉള്ള തോട്ടിലായിരുന്നു ഈ അലക്സിയ നേരെ ആ ഒരു വീട്ടിലോട്ടൊക്കെ നോക്കുന്നുണ്ടായത്. അങ്ങനെ അവർ നേരെ അവരുടെ സ്വന്തം വീട്ടിലോട്ട് എത്തുകയാണ്. അപ്പോൾ അവിടെ ഓൾറെഡി ഒരു ട്രെഡ്മില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ പുറത്തിറങ്ങി ഓടാൻ പോകണോ എന്നുള്ളൊരു തോട്ട് ഈ ഒരു അലക്സിയൊക്കെ വരികയാണ്. അപ്പോൾ ട്രെഡ്മില്ല് നന്നാക്കാൻ പറ്റുമെന്ന് ഹസ്ബൻഡായിട്ടുള്ള ജൊനാഥൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ ജൊനാഥ പറഞ്ഞു എന്തായാലും ഇപ്പോൾ പറ്റില്ല, തിരക്കിലാണ്, കുറച്ച് ദിവസം കഴിഞ്ഞ് ശരിയാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. രണ്ടുപേരും കിടന്നുറങ്ങാനായിട്ട് പോവാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ 11 മണി ടൈമൊക്കെ ആയപ്പോൾ ഈ ഒരു ജൊനാഥൻ നേരെ അലക്സിയുടെ പാരൻസിൻ്റെ വീട്ടിലോട്ട് എത്തുകയാണ്. എന്നിട്ട് കോളിംഗ് ബെൽ അടിച്ചു. അപ്പോഴത്തേനും അലക്സിയുടെ അമ്മ വന്നിങ്ങനെ ഡോറ് തുറന്ന് അലക്സിയുടെ അമ്മയുടെ മുഖത്തോട്ടും അതേപോലെ തന്നെ അലക്സിയുടെ കാറിലോട്ടൊക്കെ ഇയാൾ മാറി മാറി നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മ ചോദിച്ചു എന്താണ് പറ്റിയതെന്ന് ചോദിച്ചു. അപ്പോൾ ഇയാളുടെ മുഖത്തൊരു പകപ്പുണ്ടായിരുന്നു. ആ ഒരു പകപ്പ് മറച്ചു വെച്ചിട്ട് ഇയാൾ ഈ ഒരു അമ്മയുടെ അടുത്ത് പറയാണ്, അലക്സിയെ നിങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നോ? അതായത് കുറച്ച് നേരമായി പോയിട്ട് ഞാൻ വിളിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ കിട്ടുന്നില്ല, മെസ്സേജ് അയച്ചിട്ടാണെന്നുണ്ടെങ്കിൽ റിപ്ലൈ ചെയ്യുന്നില്ല. അപ്പോൾ കാർ എടുക്കാനായിട്ട് എങ്ങാനും ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളൊരു സംശയത്തിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നുള്ളൊരു തരത്തിലായിരുന്നു ആൾ മറുപടി പറഞ്ഞത്. അപ്പോൾ മുന്നിൽ ഇങ്ങനെ എന്തൊക്കെയോ സംസാരവും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കണ്ടിട്ട് നേരെ തന്നെ എന്താ പറയുക, അലക്സിയുടെ അനിയത്തിയും അതേപോലെ തന്നെ അവരുടെ ഹസ്ബൻഡൊക്കെ പുറത്തോട്ട് വരികയാണ്. അവരും വന്നിങ്ങേറ്റ് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു രാവിലെ തന്നെ അലക്സിയ റണ്ണിങ്ങിന് വേണ്ടിയിട്ട് പുറത്തോട്ട് ഇറങ്ങിയാണ്, അതായത് ജോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് ഇറങ്ങിയാണ്. അതിനുശേഷം അലക്സിയ സമയമായിട്ടും വീട്ടിലോട്ട് തിരിച്ചെത്തിയില്ല. ഞാൻ വിളിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ കിട്ടുന്നില്ല. സാധാരണ റൺ ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാൻ പോയി നോക്കി, അവിടെ ഒന്നും ഈ ഒരു സ്ത്രീ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങോട്ടെങ്ങാനും വന്നിട്ടുണ്ടോ എന്നുള്ളൊരു തോട്ടിലാണ് താൻ ഇങ്ങോട്ട് വന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇയാൾ പറയുകയാണ്. ഇയാൾ പറയുമ്പോൾ ആൾ വിറക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആൾക്ക് ആ ഒരു പകപ്പ് മറച്ചു വെക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഗ്രെഗറി എന്ന് പറയുന്ന ഈ ഒരു അലക്സിയുടെ ബ്രദറിനിലോ ഇയാളെ സമാധാനിപ്പിക്കുകയാണ്, പേടിക്കാണ്ടിരിക്കുക, കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലക്സി എവിടെയെങ്കിലും പോയേക്കായിരിക്കും, അവർ തിരിച്ചു വന്നോളും, പേടിക്കണ്ട, നമുക്ക് എന്തായാലും പോയി നോക്കാം, ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞു. അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടെ ഗ്രെഗറിയുടെ SUV നേരെ ആ ഒരു വഴിയിലൂടെ വണ്ടി ഓടിച്ച് പോവുകയാണ്. അലക്സിയ ഓടാറുള്ള എല്ലാ വഴികളിലൂടെയും ഇവർ ഇതേപോലെ തന്നെ ആ ഒരു വണ്ടി ഓടിച്ച് അലക്സിയ അന്വേഷിച്ച് നടന്നു. എന്നാൽ എത്രയൊക്കെ അന്വേഷിച്ചിട്ടും ആ ഒരു സ്ത്രീയെ കണ്ടെത്താനായിട്ട് അന്നത്തെ ദിവസം ഇവർക്ക് സാധിച്ചില്ല. അങ്ങനെ അവർ ജൊനാഥൻ്റെ വീട്ടിലോട്ട് ഒന്നുകൂടെ പോയി നോക്കുകയാണ് അങ്ങോട്ട് അലക്സിയ എത്തിയിട്ടുണ്ടോ എന്നുള്ളത്. എന്നാൽ അവിടെ അലക്സിയ ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ നേരെ പാരൻസിൻ്റെ വീട്ടിലോട്ടും വന്ന് നോക്കി, അവിടെയും അലക്സിയ എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇത്രത്തോളമൊക്കെ ആയപ്പോൾ ഗ്രിഗറി പറഞ്ഞു ഇനിയിപ്പോൾ ഓടുന്നതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റി വല്ല ഹോസ്പിറ്റലിൽ എങ്ങാനും പോയിട്ടുണ്ടാവും, നമുക്ക് ഹോസ്പിറ്റലിൽ പോയി നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ജൊനാഥനും ഗ്രിഗറിയും കൂടെയും നേരെ ഹോസ്പിറ്റലിലോട്ട് എത്താണ്. അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ പുറത്ത് 2 നേഴ്സുമാർ അവരുടെ സിഗരറ്റ് ബ്രേക്കിൽ നിന്നിങ്ങനെ സിഗരറ്റ് വലിക്കുന്നുണ്ടായിരുന്നു. നേരെ അവരുടെ അടുത്തോട്ട് ഓടിച്ച് നിന്നിട്ട് അലക്സിയ ഡെവൽ എന്ന് പറയുന്ന ഒരു സ്ത്രീ അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം അവർ ചോദിക്കുകയാണ്. ഇവരുടെ ഈ ഒരു സംസാരത്തിലും പകപ്പിലൊക്കെ ഇത്തിരി എമർജൻസി ആണെന്നുള്ള കാര്യം നഴ്സുമാർ മനസ്സിലാക്കിയായിരുന്നു. അവരവരുടെ സിഗരറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നേരെ തന്നെ ഹോസ്പിറ്റലിൻ്റെ അകത്തോട്ട് കയറി രജിസ്റ്ററും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. എന്നിട്ട് പറഞ്ഞു ഇന്ന് അലക്സിയ ഡെവൽ എന്ന് പറയുന്ന പേഷ്യൻറ്റിനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അവർ കൂടുതലായിട്ട് എന്തെങ്കിലും പറയാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഈ നഴ്സുമാർ പറയാണ് നിങ്ങളിനി സമയം കളയണ്ട, നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോയി റിപ്പോർട്ട് ചെയ്തോ, അങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു എത്തുംപിടിയും കിട്ടും എന്നുള്ളൊരു കാര്യം ഇവരുടെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ഇവർ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇത്തരത്തിലുള്ളൊരു മിസ്സിംഗ് കംപ്ലൈൻറ്റ് കൊടുക്കുകയായിരുന്നു. അങ്ങനെ പോലീസുകാർ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ ജൊനാഥൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. ലാസ്റ്റ് ഏത് ഡ്രസ്സാണ് അവർ ധരിച്ചിരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവരൊരു പിങ്ക് ഷൂവും ബ്ലാക്ക് ലെഗിൻസും അതേപോലെ തന്നെ ഒരു റെഡ് ജാക്കറ്റും ആയിരുന്നു ധരിച്ചിട്ടുണ്ടായത്. ആ ഒരു ഡ്രസ്സിൻ്റെ കളർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ രാവിലെ എത്ര മണിക്കൊക്കെയാണ് ഇവർ ജോഗിങ്ങിനായിട്ട് ഇറങ്ങിയത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസുകാർ ചോദിക്കുകയാണ്. രാവിലെ ഒരു 9:30 ശേഷമാണ് തൻ്റെ വൈഫ് ജോഗിങ്ങിനായിട്ട് ഇറങ്ങിയത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇയാൾ പറയുകയാണ്. ഇയാൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പോലീസിൻ്റെ അടുത്ത് ഷെയർ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര വിസിബിൾ ആയിരുന്നു ഇയാളുടെ ഫേസിൽ. പക്ഷേ പോലീസിന് ഇതൊന്നും ചോദിക്കാതിരിക്കാനായിട്ട് പറ്റില്ലല്ലോ. അടുത്തതായിട്ട് പോലീസുകാർ ചോദിച്ചത് നിങ്ങളുടെ വൈഫിന് വല്ല സൂയിസൈഡൽ ടെൻഡൻസി ഉണ്ടായിരുന്നോ, അല്ല എന്നുണ്ടെങ്കിൽ വീട്ടുകാരോട് ആരോടും പറയാതെ ഓടിപ്പോകാനുള്ള എന്തെങ്കിലും സാധ്യത ഉണ്ടായിരുന്നോ എന്നുള്ളതാണ്. ഇല്ല, തൻ്റെ വൈഫ് നല്ല ഹാപ്പി ആയിരുന്നു, സൂയിസൈഡ് ചെയ്യാനുള്ള യാതൊരു സാധ്യതയില്ല, അതേപോലെ തന്നെ പറയാതെ എങ്ങോട്ടും പോകുന്ന ഒരു ശീലമുള്ള ആളുമല്ല തൻ്റെ വൈഫ് എന്നുള്ളൊരു കാര്യം ഇയാൾ തറപ്പിച്ച് പറയായിരുന്നു. എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആളൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു
ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് കുട്ടികളില്ലാത്തത് കാരണം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ കുറേ ഹോർമോണൽ ടാബ്ലറ്റ്സും അതേപോലെ തന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഒരുപാടധികം ചേഞ്ചസ് വന്നിട്ടുണ്ടായിരുന്നു, സ്വഭാവത്തിലും അതേപോലെ തന്നെ ബാക്കിയുള്ള കുറേ കാര്യങ്ങളിലും. അതായത് ചില സമയങ്ങളിൽ അവർ ഭയങ്കര വയലൻ്റായിട്ട് പെരുമാറാറുണ്ടായിരുന്നു. ചില സമയങ്ങളിൽ എന്തൊക്കെയാണ് ചെയ്യണമെന്നുള്ളത് അവർക്ക് ഓർമ്മയില്ലാത്തൊരു സിറ്റുവേഷൻസ് വരെ വരാറുണ്ടായിരുന്നു. എന്നാലും അതൊക്കെ കഴിഞ്ഞ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വല്ല ഇഷ്യൂസും വേറൊന്നുമില്ല എന്നുള്ളൊരു തരത്തിൽ തന്നെയായിരുന്നു ആൾ പോലീസിൻ്റെ അടുത്ത് മറുപടി പറഞ്ഞത്. അടുത്തതായിട്ട് പോലീസുകാർ ചോദിച്ചത് അലക്സിയക്ക് വല്ല ശത്രുക്കളുണ്ടോ എന്നുള്ളതാണ്. അതേപോലെ തന്നെ അവരെ അപായപ്പെടുത്താൻ സാധ്യതയുള്ള ആരെങ്കിലെയും കുറിച്ച് നിങ്ങൾക്ക് അറിയോ എന്നുള്ളൊരു കാര്യം കൂടെ ഇയാളുടെ അടുത്ത് ചോദിക്കുകയാണ്. ഇയാളൊന്ന് ആലോചിച്ചിട്ട് ആ ഒരു നൈബറിൻ്റെ കാര്യം പറയാണ്. അതായത് ഇവരുടെ വീടിൻ്റെ അടുത്ത് താമസിച്ചിരുന്ന ഒരു പയ്യനുണ്ടായിരുന്നു, അർണോ എന്നായിരുന്നു ആ ഒരു പയ്യൻ്റെ പേര്. അപ്പോൾ ആ പയ്യൻ്റെ ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെ ആയിരുന്നു ആളുടെ വീടിൻ്റെ അടുത്ത് താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു പയ്യനെ കൊണ്ട് വല്ലാത്ത ശല്യമായിരുന്നു. സ്ഥിരമായിട്ട് മെസ്സേജ് അയക്കുക, കോൾ ചെയ്യുക, അതേപോലെ തന്നെ റോട്ടിലൂടെ പോകുമ്പോൾ തടഞ്ഞിർത്തുക, സംസാരിക്കുക, അങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുക. ഒരു ക്രീപ്പി ആയിട്ടുള്ള ഒരാളായിരുന്നു ആൾ. അപ്പോൾ അവസാനം അലക്സിയ ആളുടെ ഫോൺ നമ്പർ ബ്ലോക്ക് ചെയ്യേണ്ടി വന്നു. അത്രയും നാൾ ഈ ഒരു ശല്യം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ടും ഹറാസ്മെന്റ് നിന്നിട്ടുണ്ടായിരുന്നില്ല. അവസാനം ഇതൊക്കെ നിന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആളെ മെന്റൽ ഹോസ്പിറ്റലിൽ ആക്കിയപ്പോഴാണ്. ഇപ്പോൾ ആളെ തിരിച്ചു വന്നോ അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ മെന്റൽ ഹോസ്പിറ്റലിൽ തന്നെയാണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും തനിക്കറിയില്ല എന്നുള്ള കാര്യം കൂടെ ഇയാൾ കൂട്ടിച്ചേർക്കുകയാണ്. അങ്ങനെ പോലീസുകാർ ഈ ഒരു അർണോ എന്ന് പറയുന്ന പയ്യനെ കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിക്കുകയാണ്. അപ്പോൾ ആ ഒരു പയ്യന് മാനസിക പ്രശ്നം ഉണ്ടായതുകൊണ്ട് തന്നെ മെന്റൽ ഹോസ്പിറ്റലിലായിരുന്നെന്നും കുറച്ച് നാളുകൾക്ക് മുൻപ് ആ ഒരു പയ്യനെ റിലീസ് ചെയ്തു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ആ ഒരു പയ്യൻ കറക്റ്റ് ഈ ഒരു സമയത്ത് താമസിക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെയല്ല, അമ്മയുടെ കൂടെയാണ്. അതായത് ഇവരുടെ വീടിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു മണിക്കൂറിൻ്റെ ഡ്രൈവ് ഉണ്ട് ഇപ്പോൾ ആ ഒരു പയ്യൻ താമസിക്കുന്ന സ്ഥലത്തെത്താനായിട്ട്. അങ്ങനെ ഈ ഒരു കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥൻ നേരെ അർണോ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തോട്ട് എത്തുകയായിരുന്നു. അദ്ദേഹം അവിടെ എത്തി കോളിംഗ് ബെല്ലടിച്ചപ്പോൾ മധ്യവയസ്കയായിട്ടുള്ള ഒരു സ്ത്രീ ആയിരുന്നു ഡോറ് തുറന്നത്. അർണോൻ്റെ അമ്മയല്ലേ എന്നുള്ള കാര്യം ആ ഒരു സ്ത്രീയുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ അതേന്ന് പറഞ്ഞു. അർണോ അകത്തുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ ആ ഉണ്ടെന്ന് പറഞ്ഞു. എനിക്ക് അർണോനായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്നുള്ളൊരു കാര്യം ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയാണ്. പെട്ടെന്ന് തന്നെ ഒരു പോലീസുകാരൻ ഡോറിൽ വന്നിങ്ങനെ അർണോനോട് സംസാരിക്കാണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും ഒന്ന് ഷോക്കായി. അതിനുശേഷം ആ സംസാരിച്ചു എന്നുള്ള രീതിയിൽ അവർ പറയാണ്. അതിനുശേഷം ഇദ്ദേഹം വീടിൻ്റെ അകത്തോട്ട് കയറുകയാണ്. എന്നിട്ട് അർണോനായിട്ട് സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് അർണോൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു, കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, നിങ്ങളൊന്ന് മാറിക്കോന്ന് ചോദിച്ചു. അപ്പോൾ അർണോയുടെ അമ്മ നേരെ കിച്ചണിലോട്ട് പോവാണ്. അതിനുശേഷം ഈ ഒരു പയ്യൻ്റെ അടുത്ത് നേരെ പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിച്ചെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അലക്സിയെ അറിയോ എന്നുള്ളതായിരുന്നു. അലക്സിയ എന്നുള്ള ആ ഒരു പേര് കേട്ടപ്പോൾ തന്നെ ആ ഒരു പയ്യൻ മുഖം താഴ്ത്തുകയാണ്. പിന്നീട് ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മുഖത്തോട്ട് നോക്കാൻ പോലും ഈ ഒരു പയ്യനെ കൊണ്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഈ പയ്യൻ പറഞ്ഞു, എനിക്ക് ബൈപ്പോളാറുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ അങ്ങനെയുള്ള എന്താ പറയുക എപ്പിസോഡ്സിൻ്റെ ടൈമിലൊക്കെ പല സ്ത്രീകളുടെ അടുത്ത് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്. അതിലൊരു സ്ത്രീ ആയിരുന്നു ഈ ഒരു അലക്സിയ. ഞാൻ അവർക്ക് ഇതേപോലെ തന്നെ മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു, അതേപോലെ കോൾ ചെയ്യാറുണ്ടായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഞങ്ങൾ നൈബേഴ്സ് ആയിരുന്നു, അറിയുന്ന ആളുകളായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു കണക്ഷൻ്റെ പുറത്തായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഹറാസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം ആൾ തുറന്ന് സമ്മതിക്കുകയാണ്. എന്നാൽ ഈ ഒരു പയ്യൻ വേറൊരു കാര്യം കൂടെ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് പറയാണ്. അവർ എപ്പോൾ കർശനമായിട്ട് ഇത് നിർത്തണമെന്നുള്ളൊരു കാര്യം ഈ ഒരു പയ്യൻ്റെ അടുത്ത് പറഞ്ഞു. അതിനുശേഷം ആ ഒരു പയ്യൻ ആ സ്ത്രീയെ ശല്യം ചെയ്തിട്ടില്ല എന്നുള്ളൊരു രീതിയിലായിരുന്നു അർണോ കൊടുത്ത മൊഴി. പക്ഷേ ജൊനാഥൻ പറഞ്ഞതിനനുസരിച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലിറ്ററലി അലക്സിയ ആളുടെ ഫോൺ നമ്പർ ബ്ലോക്ക് ചെയ്യേണ്ടി വന്നു. അതേപോലെ തന്നെ അർണോനെ കാണാതെ നടക്കേണ്ടി വന്നു ആ ഒരു ശല്യം അവസാനിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന് ചെറിയൊരു കല്ലുകടി ഉണ്ടായിരുന്നു. എന്നാലും അടുത്തൊരു ചോദ്യത്തിലോട്ട് ആൾ കിടക്കുകയാണ്. ഈ 28-ാം തീയതി നീ രാവിലെ എവിടെയായിരുന്നു, 9 മണിക്ക് എന്ത് ചെയ്യായിരുന്നു എന്നുള്ളത് ചോദിച്ചു. അപ്പോൾ ഞാൻ അമ്മയുടെ കൂടെ വീട്ടിലുണ്ടായിരുന്നു, ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കുകയായിരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു അർണോ എന്ന് പറഞ്ഞ പയ്യൻ പറയാണ്. ഉടനെ തന്നെ ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നേരെ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് കിച്ചണിലുള്ള അമ്മയുടെ അടുത്ത് പോയിട്ട് 28-ാം തീയതി രാവിലെ 9 മണിക്ക് നിങ്ങളുടെ മകൻ എവിടെയായിരുന്നു എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂടി വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു രീതിയിലായിരുന്നു അമ്മ മറുപടി പറഞ്ഞത്. കാര്യം അമ്മ കറക്റ്റായിട്ട് അങ്ങനെ പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിലും ആൾക്ക് അത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചില്ല. അതിന് വേറൊരു കാരണം കൂടിയുണ്ട്. നമ്മൾ ലോകത്തെ എവിടെ നോക്കുകയെന്നുണ്ടെന്നുണ്ടെങ്കിലും അമ്മമാർ മെജോറിറ്റിയും, അതായത് 99% അമ്മമാരും തൻ്റെ മക്കളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏത് എക്സ്റ്റെൻറ്റ് വരെയും പോകും. അമ്മമാർ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ആളുകളാണ്. മക്കൾക്ക് വേണ്ടിയിട്ട് അവരെന്തും ചെയ്യും. അപ്പോൾ അത് പൂർണ്ണമായിട്ടും ആൾ ഉൾക്കൊണ്ടില്ല. എന്നാലും
ഓക്കെ എന്നുള്ളൊരു രീതിയിൽ ആൾ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ 1-2 ദിവസം കഴിഞ്ഞു. എന്നിട്ടും അലക്സിയെ കുറിച്ച് ഇങ്ങോട്ട് യാതൊരു എവിഡൻസും കണ്ടെത്താനായിട്ട് പോലീസിനെ കൊണ്ട് സാധിച്ചില്ല. അപ്പോഴത്തേനും ആ ഒരു ന്യൂസ് ഭയങ്കര വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിട്ടുണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലൊക്കെ മീഡിയക്കാർ ക്യാമറയും പിടിച്ച് നടക്കുകയായിരുന്നു. അതേപോലെ തന്നെ ഈ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനൊക്കെ പോകുന്ന സമയത്ത് ഈ കേസിൻ്റെ അപ്ഡേറ്റ് എന്തായി എന്ന് പറഞ്ഞ് മീഡിയക്കാർ ഇങ്ങനെ പിന്നാലെ വരുന്നൊരു സിറ്റുവേഷനിലോട്ട് ഈ ഒരു കേസ് എത്തി. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ഇവർക്ക് വേണ്ടിയിട്ടുള്ള സെർച്ച് പാർട്ടി വൈഡൻ ചെയ്യുകയാണ്. അപ്പോൾ ലോക്കലായിട്ടുള്ള വളണ്ടിയേഴ്സിനെയും അവർ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഡ്രോൺസ് കാര്യങ്ങളെല്ലാം വെച്ച് ആ ഒരു ടൗണും അതിന് ചുറ്റുമുള്ള കാട് ഏരിയകളും എല്ലാം തന്നെ അവർ അരിച്ചു പറക്കുകയും ചെയ്തു. അതുപോലെ തന്നെ അലക്സിയുടെയും ജൊനാഥൻ്റെയും വീട് അവർ സെർച്ച് ചെയ്യാണ്. അതേപോലെ തന്നെ അലക്സിയുടെ പാരൻസിൻ്റെ വീടൊക്കെ സെർച്ച് ചെയ്യാണ്. അവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും സ്ട്രഗിൾ നടന്നതിൻ്റെയോ എന്തെങ്കിലിൻ്റെയോ തെളിവ് കിട്ടുമോ എന്നറിയുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അത്തരത്തിലുള്ള സെർച്ചും കാര്യങ്ങളൊക്കെ നടത്തിയത്. എന്നാൽ അത്തരത്തിലുള്ള തെളിവുകളൊന്നും തന്നെ ആ 2 വീട്ടിൽ നിന്നും കണ്ടെത്താനായിട്ട് പോലീസിനെ കൊണ്ട് സാധിച്ചില്ല. പിന്നെ ഇവരുടെ അലബൈസും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ക്ലിയറാണ്. ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വൗച്ച് ചെയ്യുന്നുണ്ടായിരുന്നു അന്നത്തെ ദിവസം അവരെവിടെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് ഇങ്ങായിട്ട്. സോ ഇതിൻ്റെ ഇടയിൽ ഒരു പ്രശ്നമുള്ളതായിട്ട് അവർക്ക് ആ ഒരു സമയത്ത് കറക്റ്റായിട്ട് ഡിറ്റക്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ എന്ത് ചെയ്യുന്നറിയാതെ അന്വേഷണ ഉദ്യോഗസ്ഥന് നിൽക്കുന്ന സമയത്ത് ഈ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ വേറൊരു കാര്യം കൂടെ തൻ്റെ സബോർഡിനേറ്റ്സിൻ്റെ അടുത്ത് പറയാണ്. റാൻഡമായിട്ട് നിങ്ങൾ കാണുന്ന വണ്ടിക്ക് കൈ കാണിച്ചിട്ട് അവരുടെ അടുത്തും ചോദിക്കാനായിട്ട് പറയാണ്. അങ്ങനെ പോലീസുകാർ അങ്ങനെ റാൻഡമായിട്ടും പല ആളുകളെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് തുടങ്ങി. കാരണം ഈ ഒരു കേസിൽ ഒരു ലീഡും പോലീസിന് കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ റാൻഡമായിട്ട് ആളുകളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു ഇൻഫർമേഷൻ പോലീസിന് ലഭിക്കുകയാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വൈറ്റ് കളർ വാനിൽ ഇത്തിരി പ്രായമായിട്ടുള്ള ഒരാൾ ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കുന്ന സ്ത്രീകളെയും അതേപോലെ തന്നെ പെൺകുട്ടികളെയൊക്കെ ഹരാസ് ചെയ്യുന്ന ഒരു സ്റ്റോറി ആയിരുന്നു അത്. ആ ഒരു സെയിം സ്റ്റോറി പല ആളുകളും പോലീസിൻ്റെ അടുത്ത് പറയുകയാണ്. എന്നാൽ ഇവരാരും തന്നെ ആ ഒരു വാനെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല, അതേപോലെ തന്നെ അയാളെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു വാനിൻ്റെയും ഈ പ്രായമായിട്ടുള്ള ആളുടെയും കഥ പോലീസ് ഉദ്യോഗസ്ഥൻ കേട്ടപ്പോൾ ആൾ ഇതേപോലെ തന്നെ ഈ ഒരു വൈറ്റ് വാനിൻ്റെ കാര്യം കൂടുതലായിട്ട് ചിന്തിക്കുകയാണ്. അപ്പോൾ 2 വൈറ്റ് വാനിനെ കുറിച്ച് ആൾക്ക് ഓർമ്മ വന്നു. അതിൽ ഒരെണ്ണം ജൊനാഥൻ്റെ വാനായിരുന്നു. ആളുടെ വർക്കിന് പോകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നത് ആ ഒരു വാനായിരുന്നു. രണ്ടാമത്തത് ഈ അലക്സിയുടെ അച്ഛൻ്റെ വാനായിരുന്നു. അതും ഇതേപോലെ തന്നെ ഒരു വൈറ്റ് കളർ വാനായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒക്ടോബർ 30 അന്വേഷണ ഉദ്യോഗസ്ഥന് ഒരു കോള് വരുന്നത്. അവിടെ നിന്ന് കുറച്ച് മാറിയിട്ട് ഒരു കാടിൻ്റെ അകത്ത് നിന്ന് അലക്സിയുടെ ബോഡി കിട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു കോളായിരുന്നു അത്. നേരെ തന്നെ അദ്ദേഹം അങ്ങോട്ട് എത്തുകയാണ്. അപ്പോഴതിനും ക്രൈം സീനും കാര്യങ്ങളൊക്കെ അവർ സെക്യൂർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും അതിന് ചുറ്റും ഫുള്ള് ക്യാമറയും മീഡിയയുടെ ആൾക്കാരും അവരൊക്കെ ഫുള്ള് തിങ്ങി നിറഞ്ഞ് നിൽക്കുകയായിരുന്നു. ആളുടെ ബാഡ്ജും കാര്യങ്ങളൊക്കെ കാണിച്ചു. നേരെ ആ ഒരു ക്രൈം സീൻ്റെ അകത്തോട്ട് കയറി. അപ്പോൾ അവിടെ ഫോറൻസിക് ടീം പരിശോധന നടത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ നോക്കുന്ന ആ ഒരു സമയത്ത് ആൾക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ബോഡിയുടെ മുകളിൽ ഒരു വെള്ള തുണിയിട്ട് മൂടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ കാലും ആ ഒരു തുണിയും കുറച്ച് കത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു ബോഡി നോക്കിയപ്പോൾ അതിലും സ്ട്രേഞ്ച് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു അദ്ദേഹം നോട്ട് ചെയ്തത്. അതായത് അവരുടെ കണ്ണട കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ 2 കൈയും അവരുടെ ജാക്കറ്റിൻ്റെ ഉള്ളിലും കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മുഖത്തൊക്കെ അടി കിട്ടിയതിൻ്റെയും ഉപദ്രവിച്ചതിൻ്റെയും പാടുകളുണ്ടായിരുന്നു. കഴുത്തിൽ ഇതേപോലെ തന്നെ കഴുത്ത് ഞെരിച്ചതിൻ്റെ പാടുകളും ഉണ്ടായിരുന്നു. സോ കഴുത്ത് ഞെരിച്ചും ഉപദ്രവിച്ചുമാണ് ഈ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയതെന്നുള്ളത് ആ ഒരു ക്രൈം സീനിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ്. എന്നാലും അദ്ദേഹത്തിന് ആ ഒരു സമയത്തുണ്ടായ ഏറ്റവും വലിയ ഒരു എന്താ പറയുക ഒരു പ്രഷറും ഒരു ടെൻഷനും എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബോഡി കണ്ടെത്തുന്നതിന് മുൻപ് അറ്റ്ലീസ്റ്റ് ഒരു സസ്പെക്റ്റിനെങ്കിലും മര്യാദക്ക് ക്വസ്റ്റ്യൻ ചെയ്യണം. ഇല്ല എന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ സസ്പെക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു തോട്ടിലായിരുന്നു അദ്ദേഹം നിന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ബോഡി കണ്ടെത്തിയിട്ടും ഒരൊറ്റ മര്യാദക്കുള്ള സസ്പെക്റ്റിനെ പോലും അദ്ദേഹത്തിന് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അദ്ദേഹം ആ ഒരു ക്രൈം സീനിൽ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് ഒരു ഫോറൻസിക് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിനെ വിളിക്കുന്നത്. നേരെ അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ ഒരു സ്പ്രേ ബോട്ടിലിൻ്റെ ടോപ്പ് സൈഡാണ്. അപ്പോൾ ആ ഒരു സ്പ്രേയും കാര്യങ്ങളും യൂസ് ചെയ്തിട്ട് എന്താ പറയുക അവരെ കത്തിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ കത്താത്തത് കൊണ്ട് അതവിടെ ഉപേക്ഷിച്ചിട്ട് ആൾ കടന്നു കളഞ്ഞതാണ് എന്നുള്ളൊരു കാര്യം അദ്ദേഹത്തിന് അപ്പോൾ മനസ്സിലായി. അപ്പോൾ അടുത്തൊരു ഫോറൻസിക് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തെ വിളിക്കുകയാണ്. അദ്ദേഹം അങ്ങോട്ട് ചെന്ന് നോക്കിയപ്പോൾ അവിടെ ടയറിൻ്റെ മാർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് നോക്കിയപ്പോൾ തന്നെ ഒരു വാനിൻ്റെ ടയർ പ്രിൻസ് ആണെന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഈ ഒരു വാനിൻ്റെ ടയർ പ്രിൻസ് കൂടെ കണ്ടപ്പോൾ സ്ത്രീകളെയും അതേപോലെ തന്നെ ചെറിയ പെൺകുട്ടികളെയും ഉപദ്രവിക്കുന്ന ഒരു ആളുടെ വാനാണോ ഇതെന്നുള്ളൊരു തോട്ട് പോലീസിന് ഉണ്ടാവുകയാണ്. അതേപോലെ തന്നെ ഇവരുടെ വീട്ടിൽ തന്നെ 2 വാനുണ്ട്, 2 വൈറ്റ് കളർ വാനാണ്. ആ 2 വാനിൻ്റെയും ടയർ മാർക്സും കാര്യങ്ങളൊക്കെ ഇവരുടെ അടുത്ത് പരിശോധിക്കുകയാണ്. അതേപോലെ തന്നെ എന്താ പറയുക ആ ഒരു ഏരിയയിൽ സംശയമുള്ള വെള്ള വാൻ യൂസ് ചെയ്യുന്ന എല്ലാവരുടെയും ടയർ മാർക്സും കാര്യങ്ങളൊക്കെ പോലീസുകാർ പരിശോധിക്കുകയാണ്. മെജോറിറ്റി ടയർ മാർക്സും കാര്യങ്ങളൊക്കെ എടുത്തത് ആ വണ്ടിയുടെ ഓണേഴ്സ് അറിയാതെ ആയിരുന്നു കേട്ടോ. എന്നാൽ അതിനിടയിൽ ക്രൈം സീനിൽ വേറൊരു കാര്യം കൂടെ നടന്നിട്ടുണ്ടായിരുന്നു.
അദ്ദേഹം ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടയിൽ റിപ്പോർട്ടർമാരോ അല്ലാന്നുണ്ടെങ്കിൽ വളണ്ടിയേഴ്സോ അല്ലാത്ത ഒരാൾ അവിടെ നിന്ന് പരുങ്ങുന്നതായിട്ട് അദ്ദേഹം കാണുകയാണ്. അപ്പോൾ ആൾ നേരെ തന്നെ ആ ഒരു പയ്യൻ്റെ അടുത്തോട്ട് ചെല്ലുകയാണ്. എന്നിട്ട് എന്താണ് ഇവിടെ കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ ആ ഒരു പയ്യൻ പറഞ്ഞ മറുപടി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിവിടെ കുറച്ച് കൂണ് പറിക്കാൻ വന്നതാണെന്നുള്ളതായിരുന്നു. അതും വിക്കിയായിരുന്നു ആ ഒരു പയ്യൻ പറയുന്നുണ്ടായിരുന്നത്. അത് കേട്ടപ്പോൾ തന്നെ അതൊരു നുണയാണെന്നുള്ളത് പോലീസിന് മനസ്സിലായി. നേരെ തന്നെ ആ ഒരു പയ്യനെയും പൊക്കിയെടുത്ത് പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ചിന്തിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു സസ്പെക്റ്റിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇയാൾക്ക് എന്തെങ്കിലും അറിയായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഇയാളായിരിക്കും ഒരു മർഡർ കമ്മിറ്റ് ചെയ്തത്. അപ്പോൾ എന്താണ് സ്ഥിതി എന്നറിയുന്നതിന് വേണ്ടിയിട്ട് നോക്കാൻ വേണ്ടി ആൾ വന്നതായിരിക്കും. ആ ഒരു സമയത്താണ് തൻ്റെ കണ്ണിൽ കറക്റ്റ് പെട്ടെന്നുള്ളൊരു തോട്ടിലായിരുന്നു അദ്ദേഹം ക്വസ്റ്റ്യനിങ് ആരംഭിച്ചത്. ആൻ്റണി എന്നായിരുന്നു ആ ഒരു പയ്യൻ്റെ പേര്. 29 വയസ്സായിരുന്നു ആ പയ്യൻ്റെ പ്രായം. ഈ പയ്യനെ ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ഒരു കാര്യം മനസ്സിലായി. ഈ പയ്യനെ സംസാരിക്കാൻ കുറച്ച് പ്രശ്നമുണ്ട്. ആ ഒരു സമയത്ത് വിക്കിയത് ആൾ പേടിച്ചതുകൊണ്ട് മാത്രമായിരുന്നില്ല. ആൾക്ക് ഓൾറെഡി വിക്കുള്ളൊരു മനുഷ്യനാണ്. പേടിയുള്ള സമയത്തും ഇല്ലാത്ത സമയത്തും സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. അപ്പോൾ നീ എന്തിനാണ് നുണ പറഞ്ഞതെന്നുള്ളൊരു കാര്യം പോലീസ് ഉദ്യോഗസ്ഥൻ ഇയാളുടെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ ആ ഒരു പയ്യൻ താൻ മഷ്റൂം പറിക്കാനാണ് വന്നതെന്നുള്ളത് നുണയാണെന്നുള്ളത് സമ്മതിക്കുകയാണ്. അതേപോലെ തന്നെ എന്തിനാണ് അങ്ങോട്ട് എത്തിയത് എന്നുള്ളത് ചോദിച്ചപ്പോൾ അത് പറയാനായിട്ട് ആ ഒരു പയ്യനൊരു നാണക്കേടും ഒരു ഇതുമൊക്കെ ഉണ്ടായിരുന്നു. അതായത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ആ ഒരു പയ്യന് ടോട്ടലി. ആ പയ്യൻ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞ സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അലക്സിയ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കാണാനില്ല എന്നും അവരന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് വളണ്ടിയേഴ്സിനെ ക്ഷണിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം അറിഞ്ഞിട്ടാണ് 8 കിലോമീറ്റർ അപ്പുറത്തുള്ള തൻ്റെ സ്വന്തം വീട്ടിൽ നിന്ന് തൻ്റെ സ്വന്തം വണ്ടി ഓടിച്ചിട്ട് ആ ഒരു പയ്യൻ വളണ്ടിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് എത്തിയത്. ഇവിടെ എത്തിയപ്പോൾ അതിനുള്ള ഫോമും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം. എന്നാൽ മര്യാദക്ക് എഴുതാനും വായിക്കാനൊന്നും ഈ പയ്യൻ അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് ആ ഒരു പയ്യൻ മെനക്കെട്ടില്ല. അതിനുശേഷം ആ ഒരു പയ്യൻ തൻ്റെ സ്വന്തം നിലക്ക് ആ ഒരു സ്ത്രീയെ അന്വേഷിച്ചിറങ്ങുമായിരുന്നു. അപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഈ ഒരു ബോഡിയും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ അതൊന്ന് നോക്കാനും അറിയാനും ഒക്കെ വേണ്ടിയിട്ടായിരുന്നു ആ പയ്യൻ നേരെ അങ്ങോട്ട് എത്തിയത്. അങ്ങനെ അവിടെ നിന്ന് പരുങ്ങുന്നതിൻ്റെ ഇടയിലായിരുന്നു ഇയാളെ നേരെ തന്നെ പോലീസുകാർ കാണുന്നതും അതേപോലെ തന്നെ എന്തോ പന്തികേട് തോന്നിയിട്ട് ആ പയ്യനെ നേരെ കസ്റ്റഡിയിൽ എടുക്കുന്നതും. അപ്പോൾ ആ ഒരു 28-ാം തീയതി രാവിലെ 9 മണിക്ക് നീ എവിടെയായിരുന്നു? 28-ാം തീയതി രാവിലെ തുടങ്ങിയിട്ട് എന്തായിരുന്നു നീ ചെയ്തുകൊണ്ടിരുന്നിരുന്നത്? തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു പയ്യൻ്റെ അടുത്ത് പോലീസുകാർ ചോദിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു പയ്യൻ പറഞ്ഞു, രാവിലെ ഞാൻ വീട്ടിലായിരുന്നു, അതിനുശേഷം എൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെയും പിന്നെ വേറൊരു ഫ്രണ്ടിൻ്റെയും കൂടെ ഞാൻ പുറത്തായിരുന്നു എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ പോലീസുകാർ അവരുടെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ പയ്യൻ എല്ലാവരുടെ ഫോൺ നമ്പറും കൊടുത്തു. അതിനുശേഷം പോലീസ് ഉദ്യോഗസ്ഥരെല്ലാവരെയും കോൺടാക്ട് ചെയ്തു. അതിനുശേഷം ഈ പയ്യൻ പറയുന്നതെല്ലാം സത്യമാണ് എന്നുള്ളൊരു നിഗമനത്തിലോട്ടായിരുന്നു പോലീസുകാരെത്തിയത്. സോ ആൻ്റണിക്കെതിരെ യാതൊരു തെളിവുകളും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആൻ്റണിയെ വെറുതെ വിടുകയായിരുന്നു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു. നവംബർ 5-ാം തീയതി അലക്സിയക്ക് വേണ്ടിയിട്ട് ഒരുപാടധികം ജനങ്ങൾ തെരുവിലിറങ്ങുകയാണ്. സ്ത്രീകൾക്കെതിരെയുള്ള വയലൻസിനെതിരെയും ആ ഒരു സ്ത്രീയുടെ കൊലപാതകി എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം എന്നുള്ളൊരു ആവശ്യവും ഉന്നയിച്ചുകൊണ്ട് ഏകദേശം 10,000-ഓളം ആളുകളാണ് മാർച്ച് നടത്തിയത്. ആ ഒരു മാർച്ചിലും പോലീസുകാർ അലക്സിയയുടെ ഹസ്ബൻഡിനെയും ഫാമിലിയെയും അവരറിയാതെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻസിഡൻറ്റ് നടന്നതിന് ശേഷം അലക്സിയയുടെ ഹസ്ബൻഡിനെയും അതേപോലെ തന്നെ വീട്ടുകാരെയും പോലീസുകാർ സർവൈലൻസിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ഫോണും കാര്യങ്ങളൊക്കെ ടാപ്പ് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. മെയിനായിട്ട് ഹസ്ബൻഡായിട്ടുള്ള ജൊനാഥൻ്റെ കാര്യം. അപ്പോൾ ആള് ഇതേപോലെ തന്നെ ഫോൺ ചെയ്തിരുന്നത് തൻ്റെ റിലേറ്റീവ്സിനെയും അതേപോലെ തന്നെ എന്താ പറയുക ബന്ധുക്കളെയും മാത്രമായിരുന്നു. അതേപോലെ തന്നെ വളരെ റെയറായിട്ട് ആൾ വീട്ടിൽ നിന്ന് ഇറങ്ങാറുണ്ടായിരുന്നുള്ളൂ. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ കൂടുതലായിട്ടും പോകുന്നത് അലക്സിയയുടെ വീട്ടിലോട്ടായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ആളുടെ അത്രയും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് അങ്ങനെയായിരുന്നു ആൾ ആ ഒരു സമയത്തൊക്കെ ഇങ്ങനെ പോയിരുന്നതും. അതേപോലെ തന്നെ അങ്ങനെയുള്ള വളരെ അടുത്ത ആളുകളോട് മാത്രമായിരുന്നു ആൾ സംസാരിച്ചിരുന്നതും. എങ്ങനെയൊക്കെ നോക്കിയിട്ടും പോലീസിന് ആളെയും ഈ ഒരു മേർഡറിനെയും തമ്മിൽ യോജിപ്പിക്കാനായിട്ടുള്ള ഒരു ലിങ്ക് കിട്ടിയില്ല. അപ്പോൾ പോലീസുകാർ നോക്കുമ്പോൾ ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഭാര്യ മരിച്ചതിൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരു വിഷമം ആളെ ബാധിച്ചിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ആൾ നന്നായിട്ട് അഭിനയിക്കുന്ന ഒരാളാണ്. പിന്നെ ആ ഒരു മാർച്ചിൽ ജൊനാഥൻ സംസാരിക്കാൻ വേണ്ടിയിട്ട് പോഡിയത്തിലോട്ട് കയറുന്ന സമയത്ത് ആൾക്ക് മര്യാദക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മര്യാദക്ക് നേരൊക്കെ നിൽക്കാൻ തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അലക്സിയയുടെ അച്ഛനും അമ്മയും കൂടെ താങ്ങി പിടിച്ചിട്ടായിരുന്നു ആളെ ആ ഒരു സ്ഥലത്ത് നിർത്തിയത്. അതിനുശേഷം ആളുടെ പ്രസംഗം നോക്കി വായിക്കുകയായിരുന്നു. ഇതിനിടയിലൂടെ പോലീസുകാർ ആ ഒരു വെള്ള വാനിൽ വന്നിട്ട് സ്ത്രീകളെയും കുട്ടികളെയും ശല്യം ചെയ്യുന്നത് ആരാണെന്നുള്ളതിനെ കുറിച്ചിട്ടും അന്വേഷിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള ഒരാളെ യഥാർത്ഥത്തിൽ പോലീസിന് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. ആ ഒരു കഥ എല്ലാവരും പറയുന്നുണ്ട്, പക്ഷേ അങ്ങനെയുള്ള ഒരാളാരും തന്നെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊരു കെട്ടുകഥ പോലെ പറഞ്ഞു വന്നൊരു കഥയാണ് എന്നുള്ളൊരു നിഗമനത്തിലോട്ടായിരുന്നു പോലീസുകാരെത്തിയത്. അങ്ങനെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞു. ഈ ഒരു കേസിലാണെന്നുണ്ടെങ്കിൽ യാതൊരു പുരോഗതിയും ഇല്ല. ഈ ഒരു കേസിന് എന്താകും എന്നുള്ളൊരു ടെൻഷനിലായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥനുണ്ടായിരുന്നത്. ആ സമയത്താണ്
നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ ഇൻസിഡൻറ്റ് നടക്കുന്നത്. അതായത് ജാനുവരി 2018 ഇതേപോലെ തന്നെ തലക്ക് വെടിയേറ്റ ഒരാൾ മരിച്ചു കിടക്കുന്നുണ്ട് എന്നുള്ളൊരു ഇൻഫോർമേഷൻ കിട്ടി. പോലീസുകാർ നേരെ അങ്ങോട്ടെത്തി നോക്കുകയാണ്. 38 വയസ്സുള്ള ഒരാളായിരുന്നു മരിച്ചു കിടക്കുന്നുണ്ടായിരുന്നത്. 3 കുട്ടികളും ഉണ്ടായിരുന്നു കേട്ടോ ആൾക്ക് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട്. അങ്ങനെ ക്രൈം സീനിൽ ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ബോഡി ഓട്ടോപ്സിക്ക് വേണ്ടിയിട്ട് റിക്കവർ ചെയ്ത് ഹോസ്പിറ്റലിലോട്ട് അയക്കുകയായിരുന്നു. അപ്പോൾ ആൾ നല്ല രീതിയിൽ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു, അതായത് വെടിയേൽക്കുന്ന സമയത്ത് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള റിപ്പോർട്ട് പോലീസിന് ലഭിക്കുകയാണ്. അതേപോലെ തന്നെ ആളുടെ കയ്യിൽ ഗൺ പൗഡർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാൾ സ്വയം വെടിവെച്ച് മരിച്ചതാകാനുള്ള ഒരു സാധ്യതയാണ് പോലീസുകാർ ആദ്യം തുടങ്ങി തന്നെ നോക്കി കണ്ടത്. എന്നാൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. ആൾ വെടിവെക്കാനായിട്ട് യൂസ് ചെയ്ത ഗൺ അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഏകദേശം ഒരു 100-130 അടി മാറിയിട്ടുള്ള ഒരു സ്ഥലത്തു നിന്നായിരുന്നു ആ ഒരു ഗണ്ണ് കിട്ടിയത്. ആൾ തലക്കായിരുന്നു വെടിവെച്ചിട്ടുണ്ടായിരുന്നത്. തലക്ക് ആൾ സ്വന്തമായിട്ട് വെടിവെച്ച് ഗണ്ണ് അവിടെ ഇട്ട് ഇത്രയും ദൂരം, അതായത് ഒരു 130 അടി നടന്ന് വന്ന് വീഴാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷേ അങ്ങനെ നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതായത് തലക്കൊക്കെ വെടിവെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ആ ഒരു സ്ഥലത്ത് തന്നെ കൊളാപ്സ് ആവും. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചടിയൊക്കെ നടക്കാൻ പറ്റുള്ളൂ. ഇയാളാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കുറച്ചധികം ദൂരം നടന്നിട്ടുണ്ട്. പിന്നെ ഇയാൾ നല്ല രീതിയിൽ മദ്യപിച്ചിട്ടുമുണ്ട്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അലക്സിയുടെ ബോഡി കണ്ടെത്തിയ ഏകദേശം അതേ ഒരു ഏരിയയിൽ നിന്ന് തന്നെയാണ് ഈ ഒരു ബോഡിയും കണ്ടെത്തിയത്. അങ്ങനെ ഈ 2 കേസിനെയും കുറിച്ച് ഇങ്ങനെ തലപൊക്കഞ്ഞ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ആൾക്ക് ഫോറൻസിക് ലാബിൽ നിന്നും ഒരു റിപ്പോർട്ട് വരുന്നത്. ആ റിപ്പോർട്ട് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അലക്സിയുടെ ക്രൈം സീൻ്റെ അവിടെ നിന്ന് കുറച്ച് ടയർ മാർക്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ, ആ ടയർ മാർക്സിനെ കുറിച്ചുള്ള റിപ്പോർട്ടായിരുന്നു അത്. അതേപോലെ തന്നെ അവിടെയുള്ള വൈറ്റ് വാൻ യൂസ് ചെയ്യുന്ന ആളുകളുടെയും അതേപോലെ തന്നെ അതായത് അലക്സിയുടെ അച്ഛൻ്റെയും ഹസ്ബൻഡിൻ്റെയും ഒക്കെ വാനിൻ്റെ ടയർ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള റിപ്പോർട്ടായിരുന്നു അത്. ആ ഒരു റിപ്പോർട്ട് വായിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മുഖം പ്രസാദിക്കുകയാണ്. അതായത് ആ ടയർ മാർക്സ് ഉണ്ടല്ലോ, ക്രൈം സീനിൽ ഉണ്ടായിരുന്ന ടയർ മാർക്സ്, അതിൻ്റെ ഉള്ളിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ 4 ടയറുകളിൽ ഒരു ടയറിന് ഡിഫക്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ട്രാക്ക് കറക്റ്റായിട്ട് നമുക്ക് വേറെ ആയിട്ട് കാണാൻ പറ്റുമായിരുന്നു. അതായത് സാധാരണ വണ്ടികൾക്ക് ഉണ്ടാവാത്ത രീതിയിലുള്ളൊരു ട്രാക്കായിരുന്നു ആ ഒരൊറ്റ ടയറിന് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ടയർ പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുമല്ലോ. അപ്പോൾ ആ ഒരു റിപ്പോർട്ട് വായിച്ചിട്ട് ആൾ നേരെ തന്നെ തൻ്റെ ഹയർ ഓഫീസറെ വിളിച്ചെങ്കിൽ അലക്സിയുടെ കില്ലർ ആരാണ് എന്നുള്ള കാര്യം ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറയുകയായിരുന്നു. ആ ടയർ മാർക്സ് ജൊനാഥൻ ഡാവൽ എന്ന് പറയുന്ന അലക്സിയുടെ ഹസ്ബൻഡിൻ്റെ വണ്ടിയുടേതായിരുന്നു. നേരെ തന്നെ പോലീസുകാർ ആളെ കസ്റ്റഡിയിലെടുക്കുകയാണ്. ആളെ കസ്റ്റഡിയിലെടുത്ത് ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ കാര്യങ്ങളെല്ലാം തന്നെ പുറത്താവുകയും ചെയ്തു. അന്നത്തെ ദിവസം അവർ ഈവനിങ് വീട്ടിലെത്തിയതിന് ശേഷം അവർക്കിടയിൽ നല്ല രീതിയിൽ അടി നടക്കുകയാണ്. ആ ഒരു അടിയുടെ ഇടയിൽ ഇയാൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ കീ എടുത്തെങ്കിൽ നേരെ പുറത്തോട്ട് പോകാനായിട്ട് തുടങ്ങി. അപ്പോൾ അലക്സിയ നേരെ തന്നെ ആളുടെ കയ്യിൽ നിന്ന് കീ പിടിച്ച് വാങ്ങുകയാണ്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എപ്പോൾ പ്രശ്നം ഉണ്ടാകുമ്പോഴും സംസാരിക്കാതെ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ പ്രശ്നം തീരുമില്ല, സംസാരിച്ച് തീർക്കാമെന്ന് പറഞ്ഞു. ആ ഒരു കീ പിടിച്ച് വാങ്ങി ഒരു ഡയലോഗ് പറഞ്ഞ ടൈമിലാണ് ആൾ ഫ്ലിപ്പായത്. അപ്പോൾ തന്നെ അലക്സിയുടെ തലയെടുത്ത് നേരെ ചെമരിൽ 5-6 അടി അടിക്കുകയായിരുന്നു. അതിനുശേഷം ഇവരെ കഴുത്ത് പിടിച്ച് ഞെരിക്കുകയായിരുന്നു. ആ ഒരു കഴുത്ത് ഞെരിക്കലിൽ ഇവർ മരിച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പൾസൊന്നും കാണുന്നില്ല. അതേപോലെ തന്നെ അവർക്ക് ഫീൽ ചെയ്തു ആൾ മരിച്ചു എന്നുള്ളൊരു കാര്യം ഫീൽ ചെയ്തപ്പോൾ ആൾ പെട്ടെന്ന് തന്നെ പാനിക്കായി. അതിനുശേഷം അലക്സിയെ വിളിച്ച് എഴുന്നേൽപ്പിക്കാനായിട്ട് നോക്കി. അപ്പോൾ ആൾ എഴുന്നേൽക്കുന്നുണ്ടായിരുന്നില്ല. ഇനി എന്ത് ചെയ്യുമെന്ന് ആൾക്കപ്പോൾ യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ ആത്മഹത്യ എന്ന ആ ഒരു സമയത്ത് ആൾ വിചാരിച്ചതായിട്ടാണ് പറയുന്നത്, എന്നാൽ അതിനുള്ള ധൈര്യവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അടുത്തതായിട്ട് ആ ഒരു ബോഡി എങ്ങനെ ഒളിപ്പിക്കുക എന്നുള്ളതിനെക്കുറിച്ചായി ആളുടെ ചിന്ത. അങ്ങനെയാണ് ആൾ ഇതേപോലെ തന്നെ ആ ഒരു കൊന്നതിൻ്റെ ആ ഒരു ഗ്രീഫിൽ അവരുടെ ഗ്ലാസ് എടുത്ത് വെക്കുന്നതും അതേപോലെ തന്നെ നേരെ ആ ഒരു ബോഡി എടുത്തിങ്ങേറ്റ് ആളുടെ വണ്ടിയിൽ കൊണ്ടുവച്ചിങ്ങേറ്റ് ആ ഒരു കാട്ടിൽ കൊണ്ടുവങ്ങേറ്റ് ഡിസ്പോസ് ചെയ്യുന്നതും പിന്നീട് തിരിച്ചു വരുന്നതും. അതായത് 28-ാം തീയതി അവർ ഓടാനായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. 27-ാം തീയതി അവർ എത്തിയതിന് ശേഷം ഈ പറഞ്ഞ പോലെ തന്നെ അർദ്ധരാത്രി ആ ഒരു അടി ഉണ്ടാവുകയും അതേപോലെ തന്നെ ആ ഒരു സമയത്ത് ഇയാൾ അവരെ കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇയാളുടെ ഡ്രാമയായിരുന്നു, ഈ ഒരു മേർഡർ മറക്കുന്നതിന് വേണ്ടിയിട്ട്. ബോഡി കത്തിക്കാനായിരുന്നു ആദ്യം ആളുടെ പ്ലാൻ. അതുകൊണ്ടാണ് അലക്സിയുടെ ബോഡി അവിടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ആ ഒരു ഷീറ്റ് വെച്ച് മറച്ചിട്ട് ഈ സ്പ്രേയും കാര്യങ്ങളൊക്കെ അടിച്ച് കത്തിക്കാനായിട്ട് ശ്രമിച്ചത്. എന്നാൽ ആദ്യം ഒന്ന് കത്തിയിട്ട് പിന്നെ കത്തൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ ബോഡി കത്തിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ആൾക്ക് മനസ്സിലായി. പിന്നെ ബോഡി അവിടെ ഇട്ടിട്ട് പോരാന്നുള്ളതല്ലാതെ ആളുടെ മുന്നിൽ വേറൊരു മാർഗ്ഗം ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ബോഡി അവിടെ ഡിസ്പോസ് ചെയ്തിട്ട് ആൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് എത്തിയിട്ടുണ്ടായത്. വീട്ടിലെത്തി എവിഡൻസും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തു. ആൾ കുളിച്ച് ഫ്രഷായി പിറ്റേ ദിവസം ഇങ്ങനെയുള്ള നാടകങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുകയാണ്. പിന്നെ ഈ ഒരു അലക്സിയയുടെയും അതേപോലെ തന്നെ ഈ ഒരു ജൊനാഥൻ്റെയും ഫാമിലി ലൈഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുറമേ നിന്ന് കാണുമ്പോൾ അവർ തമ്മിൽ വലിയ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടായിരുന്നുണ്ടെങ്കിലും
അവർക്കിടയിൽ സ്ഥിരമായിട്ട് അടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. മെയിനായിട്ട് കുട്ടികളില്ലാത്തതിൻ്റെ ഒരു പ്രശ്നം പറഞ്ഞായിട്ട് ഇവർക്കിടയിൽ അടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നതായിട്ടാണ് പറയപ്പെടുന്നത്. ആളെ അറസ്റ്റ് ചെയ്ത് 2 ദിവസങ്ങൾക്ക് ശേഷം അയാൾ കുറ്റസമ്മതം നടത്തുകയായിരുന്നു. പിന്നീട് 2020 ആ ഒരു കേസിൻ്റെ വിധിയും വന്നു. 25 വർഷത്തെ കഠിന തടവിനായിരുന്നു ജൊനാഥനെ കോടതി വിധിച്ചത്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ആളിപ്പോൾ ജയിലിലാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ തോട്ട്സും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.